സർവശക്തൻ നമുക്കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവസേനയിലെ പ്രാർത്ഥനയോട് കൂടെ ആയിരുന്നു. വ്യത്യസ്തമായ രീതിയിൽ ഇതുവരെ ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ദൈവാത്മാവ് വചനത്തിൽ കൂടെ എന്നെ കൊണ്ടുപോയി. ഒരുപക്ഷെ ഈ ആശയം കേട്ടിരിക്കാമെങ്കിലും ദൈവം എൻ്റെ കയ്യിൽ തന്നത് നിങ്ങൾക്ക് പുതിയ ഒരു അറിവായിരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം 4-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എല്ലാവരും ഒരേ ആത്മിക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പം നിങ്ങൾ പറയായിരിക്കാം, ഓ ഈ വചനം ഞങ്ങൾ ഒരുപാട് വായിച്ചതാണ്, ഒരുപാട് കേട്ടതാണെന്ന്. എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ ഇതിൽ നിന്ന് ആഴമേറിയ പല ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തന്മാരായ പ്രവാചകന്മാർ സ്തോത്രം പ്രവചിക്കുന്ന പ്രവചനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയുമ്പോൾ, അന്നുള്ള അപ്പം പഴയ അപ്പം ഒന്നും ഇപ്പം പറ്റത്തില്ല. ദൈവം അന്നേക്ക് പുതിയ തന്ന് നമ്മൾ നടത്തുന്ന ദൈവമാണ്. ഫ്രീസറിൽ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ദൈവത്തിനില്ല കേട്ടോ. എല്ലാം ഫ്രഷ് ആയിട്ടാണ് ദൈവം തരുന്നത്. പറയുകയാണ്, ദൈവം ചിലർക്ക് ചിലതിൽ എല്ലാവർക്കും ഒരുപോലെയാണ് നന്മ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സാലറി കൂടുതലാണ്, IT ഫീൽഡിലുള്ളവരുടെ സാലറി കൂടുതലാണ്, നോർമൽ ആളുകളുടെ സാലറി കുറവാണ്. ദൈവത്തിന്റെ അടുത്ത് ഈ പരിപാടി ഒന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നവനാണ് ദൈവം. എല്ലാവർക്കും ഒരേ ആത്മീകാഹാരം. അറിയാമോ, 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ സബ്ജക്റ്റ് അല്ല 4-ാം ക്ലാസ്സിൽ, 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ലെവലിലല്ല 10-ാം ക്ലാസ്സിൽ. പക്ഷെ ദൈവത്തിന്റെ അടുക്കലുണ്ടല്ലോ, ഒരു വന്നു കഴിഞ്ഞാൽ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ 10-ാം ക്ലാസ് പഠിക്കുന്ന PhD എടുത്ത് ഡോക്ടറേറ്റ് എടുത്താലും സ്തോത്രം അവന് കിട്ടുന്നത് ഒരേ ആഹാരമാണ്. ഒരു മുഖവ്യത്യാസമില്ലാതെ ഒരേപോലെ കാണുന്ന ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. കാരണം സ്തോത്രം, ചില നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൈസക്കാർക്കുള്ള ഫുഡിന്റെ അകത്ത് ചില പ്രോട്ടീൻ കൂടുതലിടും, അതിൻ്റെ അകത്ത് കാർബ് കുറച്ചിടും. പല രീതിയിലാണ് ആഹാരം ഉണ്ടാക്കുന്നത്, പൈസ കൂടുതൽ കൊടുത്തു മേടിക്കാൻ. പാവപ്പെട്ടവന് കാർബും കൂടുതലായിരിക്കും, പ്രോട്ടീൻ ഉണ്ടാകത്തുമില്ല. എന്ന് ദൈവം എന്തെങ്കിലും നിനക്ക് തന്നാൽ മുഖപക്ഷമില്ലാതെ നല്ല പ്രോട്ടീൻ ഫീൽഡായി എനിക്ക് തരാൻ പോകുക. ഞാനൊരിക്കലും ഒരു സഭയിൽ പോയപ്പം അവിടെ പൈസക്കാർക്ക് പ്രത്യേക സീറ്റാ, സ്പെഷ്യൽ സീറ്റാ, സാധാരണക്കാർക്ക് പ്രത്യേക സീറ്റ്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ എല്ലായിടത്തും. യേശു ഒരിക്കൽ പറഞ്ഞു, ആ ദരിദ്രയായ വിധവയോ സ്തോത്രം എല്ലാവരെക്കാൾ കൂടുതൽ ഇട്ടിരിക്കുന്നു. അപ്പൊ അവര് ചോദിച്ചു, കർത്താവേ അവളാകെ ഒരു വെള്ളിക്കാശല്ലേ ഇട്ടുള്ളൂ, അദ്ദേഹം 1 ലക്ഷം ഇട്ടു, അപ്പുറത്തം 10 ലക്ഷം ഇട്ടു, അപ്പൊ അവർക്കല്ലേ കൂടുതൽ പ്രതിഫലം. കർത്താവ് പറഞ്ഞു, അവർ തങ്ങളുടെ സമൃദ്ധിയിലിട്ടു, ഇവളോ തനിക്കുള്ളതെല്ലാം ഇട്ടു. ആമേൻ. ഉള്ളതെല്ലാം കർത്താവിന് കൊടുക്കുന്നവന് സ്തോത്രം, ഒരേ ആഹാരം കൊടുക്കുന്ന ദൈവത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4-ാം വാക്യം പറയുന്നു, എല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചെന്ന്. സ്തോത്രം എന്ന് വെച്ചാൽ അന്ന് വെള്ളം മാത്രമേ ഉള്ളൂ അല്ലെ. ഇന്ന് പെപ്സി, കൊക്കക്കോള, തംസപ്പ്, പല തരത്തിലുള്ള പല ടൈപ്പുകൾ വില കൊടുത്ത കിട്ടാവുന്ന പലതുമുണ്ട്. എന്താ ബൈബിൾ പറയുന്നു, ഒരേ പാനീയം. ദൈവാത്മ പറയുന്നു, നിന്നെ ഒരുപോലെ നടത്താൻ ശക്തനായ ദൈവത്തെ നീ സേവിക്കുന്നത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇന്ന് പലക്കാലം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ, പാറയിൽ നിന്നും തന്റെ ജനത്തിനു വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. ഇപ്പൊ എനിക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു കാര്യം ഇതിന്റെ അകത്തുണ്ട്. എന്താന്ന് വെച്ചാൽ, അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് അല്ലേ. അവരെ അനുഗമിച്ചെന്നല്ല, അവരെ അനുഗമിച്ച ആത്മിക പാറ. അവരെ അനുഗമിച്ച ആത്മിക പാറയെ കുറിച്ചുള്ള റെഫറൻസ് ഞാൻ അന്വേഷിച്ചു. ഞാൻ നോക്കിയപ്പോൾ സംഖ്യാപുസ്തകം നമ്പേഴ്സ് 9-ാം അധ്യായം 16-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, സംഖ്യാപുസ്തകം 9-ന്റെ-16 പറയുന്നു, അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിരൂപവും അതിനെ മൂടിയിരുന്നു. 17-ാം വാക്യം, മേഘം കൂടാരത്തിന്റെ മേൽ പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും, മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം ഇറങ്ങും. എന്ന് വെച്ചാൽ അവരെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഘമുണ്ടായിരുന്നു. അവരെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന സ്തോത്രം ഒരു അഗ്നിരൂപമുണ്ടായിരുന്നു. ഇന്ന് രാത്രി പകൽക്കാലം ദൈവാത്മാ ഇപ്രകാരം സംസാരിക്കുകയാണ്, നാം അവൻ അനുഗമിച്ചതല്ല, അവൻ നമ്മെ അനുഗമിച്ചു. പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിരൂപമായിട്ടും പഴയ നിയമത്തിൽ ഇറങ്ങിയ ദൈവം ഇന്ന് പകൽക്കാലം അകത്ത് ഇറങ്ങുകയാ.
ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ മൂടുമ്പോൾ വെള്ളം നിന്നെ തേടി വരും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ മൂടുമ്പോൾ മന്ന നിന്നെ തേടി വരും. ദൈവ സാന്നിധ്യം നിന്നെ മൂടുമ്പോൾ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്റെ പിറകെ വരാൻ പോകുക. എല്ലാവർക്കും ഒരുപോലത്തെ ആഹാരവും ഒരുപോലത്തെ വെള്ളവും കൊടുത്തു. എന്നിട്ട് എന്നാ ചെയ്തെന്നറിയാമോ? അവിടെ പൗലോസ് പറയുകയാണ്, ആ പാറ ക്രിസ്തു ആയിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ഓർത്തോണം, ക്രിസ്തുവിൽ നിന്നേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ജോലിയാണോ ആവശ്യം? അത് ക്രിസ്തുവിൽ കൂടി വെളിപ്പെടാൻ പോകുക. നിങ്ങൾക്ക് സ്തോത്രം ബിസിനസ്സിലെ ജയമാണോ ആവശ്യം? അത് ക്രിസ്തുവിൽ കൂടി വെളിപ്പെടാൻ പോകുക. ജനത്തോട് സ്തോത്രം മോശ പറഞ്ഞു, ദൈവം പറഞ്ഞു, ആ പാറയിൽ നിന്നും എനിക്ക് വെള്ളം വരാൻ പോകുക. ചോദിക്കുന്ന ചോദ്യമുണ്ട്, പാറയിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്നേ? സ്തോത്രം, പാറയ്ക്കകത്ത് ഫുള്ളും എല്ലാം ഫിൽഡാണ്. അതിൻ്റെ അകത്ത് വെള്ളം വരാനുള്ള യാതൊന്നും പാറയ്ക്കകത്തില്ല. ഇന്ന് നിങ്ങളുടെ സാഹചര്യം പാറ പോലെ ആയിരിക്കാം. പാറ പോലത്തെ കമ്പനി, പാറ പോലത്തെ ഗവൺമെന്റ് എല്ലാം സ്തോത്രം, ഒരു നല്ല ദൈവിക ആലോചനയില്ലാത്ത പ്രവാചകന്മാർ, ദൈവവചനമില്ലാത്ത അപ്പോസ്തലന്മാർ, അങ്ങനെ പാറ പോലെ നിങ്ങളുടെ മുന്നിൽ എല്ലാം മൂടി നിൽക്കുമ്പോഴും ദൈവാത്മാ ചിലരോട് പറയുകയാണ്, ഈ പാറക്കകത്തു നിന്നും നിനക്ക് ആവശ്യമുള്ള വെള്ളം, നിനക്ക് ആവശ്യമുള്ള ജോലി, നിന്റെ സകല മേഖലകളുടെ ഉയർച്ചകൾ ദൈവം തരാൻ പോകുക. പുസ്തകം 1:33 ഒരു കാര്യം പറയുകയാണ്, ദൈവം രാത്രി അഗ്നിയിലും പകൽ മേഘസ്തംഭത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. എന്നാ പ്രശ്നം എന്നറിയാമോ? അവർക്ക് മുന്നായി മേഘമുണ്ടായിരുന്നു, അവർക്ക് മുന്നായി ദൈവിക പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, ദൈവിക ആലോചനകൾ ഉണ്ടായിരുന്നു, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇരിക്കുന്ന ദൈവം ഇതിലെ നീ വിശ്വസിക്കാൻ തയ്യാറാകണം കേട്ടോ. നിന്റെ പ്രയാസത്തിന്റെ, നിന്റെ പ്രശ്നത്തിന്റെ മറുപടി സ്തോത്രം മോശയുടെ പക്കലല്ല. നിന്റെ പ്രശ്നത്തിന്റെ മറുപടി ഏലിയാവിന്റെ പക്കലല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കിയ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ പോകുക. നിന്റെ അവിശ്വാസത്തെ ഇന്ന് എടുത്തു കളഞ്ഞ് ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. എനിക്ക് സ്തോത്രം, എൻ്റെ വിവാഹത്തിൻ്റെതായിരിക്കുന്ന ചില വർഷങ്ങൾക്ക് മുമ്പ് വഴിയെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഞാൻ ദൈവസ്ഥലം 21 ദിവസം ഉപവസിച്ചു, വിശ്വാസത്തോട് ഉപവസിച്ചു. 21 ദിവസം കഴിയുമ്പോൾ തന്നെ വാതിൽ തുറന്നു. ആമേൻ, സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് മുന്നായി നടക്കുന്ന സ്തോത്രം ദൈവം, നിനക്ക് മുന്നായി നടക്കുന്ന അഗ്നിസ്തംഭത്തിന്റെ മേഘത്തൂണിനെ നീ വിശ്വസിക്കണം. ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകളുടെ മറുപടി നീ കാണാനിടയാകും. എന്ന് വെച്ചാൽ നിന്റെ ജോലിയില്ലായ്മ, സ്തോത്രം, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം, നിന്റെ വീട് സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാ. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, നീ പാറയുടെ മുമ്പിലായിരിക്കാമല്ലേ? ഈ പാറ നിനക്ക് വെള്ളം തരാൻ പോകുക. ദൈവാത്മാ ചിലരോട് പ്രവചിച്ചു കൊണ്ട് പറയുന്നു, ഈ പാറ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ ഈ പാറയിൽ കൂടെ നിനക്ക് ആവശ്യത്തിലധികം വെള്ളം വരാൻ പോകുക. ഒരിക്കലൊരു പാസ്റ്റർ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു സഭ വേണം. അദ്ദേഹത്തിന്റെ സഭയിൽ വിശ്വാസികളില്ല, വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്നാ ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ മുട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊച്ചു സഭാ ഹാളിൽ മുഴുവനും മുട്ടിൽ എഴഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ മുട്ടിലെയ്യുന്ന സ്ഥലത്തൊക്കെയും ആത്മാക്കൾ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ വിശ്വസിക്കത്തില്ല. പിന്നെ ആ സഭയിൽ 100 പേരായി, 500 പേരായി, 1000 പേരായി, 2000 പേരായി, 3000 പേരെ. ഇനി ഇപ്പൊ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരുപാട് വിശ്വാസികൾ കടന്നു വന്നു. വിശ്വാസത്താൽ അദ്ദേഹം ഒരു ക്രിയ ഇന്ന് പകൽ നീ മറുപടിക്ക് വേണ്ടി മീറ്റിങ്ങിന് കയറിയെങ്കിൽ, നീ വിടുതലിന് വേണ്ടി മീറ്റിങ്ങിന് കയറിയെങ്കിൽ നീ വിശ്വാസത്തോടു കൂടി പറയണം, ഈ മീറ്റിംഗ് വിട്ടിറങ്ങുന്നതിന് മുന്നമേ എനിക്ക് വേണ്ടി പാറ തുറക്കാൻ പോകുക, എനിക്ക് വേണ്ടി സ്തോത്രം വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് കോരേശേ ദൈവം നിന്റെ കൈക്ക് പിടിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഒരു സഭയിൽ വചനം പ്രസംഗിക്കാൻ വേണ്ടി പോയി. അതൊരു കൊച്ചു സഭയായിരുന്നു. എവിടെ പോയാലും പ്രസംഗിച്ചാൽ ഞാൻ പ്രവചിക്കുന്ന ഒരു കൃപ എനിക്ക് ആ സമയത്തൊക്കെ ദൈവം തരാറുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ഏകദേശം 1 മണിക്കൂറോളം വചനം പ്രസംഗിച്ചിട്ട് അവിടെ വന്ന ഒറ്റ ആളുകളോട് പ്രവചനം പറഞ്ഞില്ല. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, സാധാരണ മീറ്റിങ്ങുകൾക്കൊക്കെ പ്രവചിക്കാറുണ്ടല്ലോ, ഇവിടെ എന്നാ പ്രവചിക്കുക? ഞാൻ പറഞ്ഞു, എത്ര നോക്കിയിട്ടും പ്രവചനം ഒന്നും നടക്കുന്നില്ല, വചന ശുശ്രൂഷ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായി, അവിടുത്തെ പാസ്റ്റർ ആത്മീയ ശുശ്രൂഷകൾക്കും
ആത്മമണ്ഡലത്തിനും അനുകൂലമല്ല എന്ന് വെച്ചാൽ നീ പ്രവചിക്കേണ്ടത് തന്നെയാണ് പുള്ളിയുടെ താല്പര്യം. പിന്നെ അവിടെ പ്രവചിക്കണം ദൈവത്തിന് വലിയ താല്പര്യവുമില്ല. ഇന്ന് പലർക്കും ഞാനൊരു കാര്യം പറയട്ടെ, തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ നീ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പ്രവചിപ്പാനിടയായി തീരും. ഇന്ന് പലർക്കും ഓർക്കണം, ഏതോ സ്തോത്രം ദൈവം ഏതോ ഒരു ദൂതന്മാരെ ഇറക്കിയല്ല ജനത്തെ വിടുവിക്കുന്നത്, മറിച്ച് നമ്മുടെ ഇടയിൽ തന്നെ പ്രവാചകന്മാരെ എഴുന്നേക്കാൻ പോകുക, നമ്മുടെ ഇടയിൽ തന്നെ ദൈവശബ്ദം നമ്മൾ കേൾക്കാൻ പോകുക. ഇന്ന് ഓർക്കുക, വിലയേറിയ ആളുകളെയും വില കൂടിയവരെയും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഏറ്റവും നിസ്സാരമായ മേഖലകളിലും ദൈവത്തിന് ആഴമായി സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് മറ്റൊരു സഭയിൽ വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി. ആ സഭയിൽ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി ഇടപെടാൻ തുടങ്ങി. ഓരോ വ്യക്തികൾക്ക് നേരെയും കൈ ചൂണ്ടി പ്രവചിച്ചു. ഓരോ വ്യക്തികൾക്ക് നേരെയും സ്തോത്രം, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ നീ ഇരിക്കുന്നിടത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ഇന്ന് പാൽക്കാലം ഞാനൊരു ദൂത് പറയാം. സ്തോത്രം, ആളുകളുടെ പെരുപ്പത്തിലും ആളുകളുടെ വലിപ്പത്തിലും സ്തോത്രം അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ നോക്കിയല്ല പാറയെന്ന് വെള്ളം വരുന്നത്. പാറയെന്ന് വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദാഹിക്കുന്ന ഹൃദയം നിനക്കുണ്ടോ? ഓ, ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം നിനക്കുണ്ടോ? അവന്റെ അടുക്കലേക്ക് ഈ പാറ വെള്ളം തരാൻ പോകുക. ഞാൻ സ്തോത്രം അവിടെ ഇരിക്കുന്ന ഒരാളോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു, ജോലി നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്ന ഒരാൾ ദൈവാത്മാവ് കാണിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ സ്തോത്രം, ഈ ആളുകൾ കൂടിയിരിക്കുകയല്ലേ, അങ്ങനെയുള്ള ആരെങ്കിലും കൈവക്കാൻ പറഞ്ഞു. ആരും കൈവക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത്ര ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് ദൈവത്തോട് പരാതി പറഞ്ഞു. പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ കൈ ഒരു വ്യക്തിയുടെ നേരെ ചൂണ്ടിപ്പിച്ചു. എൻ്റെ കൈ, ഞാൻ പലപ്പോഴും മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ എൻ്റെ കൈ ആരാണ്ടോ പൊക്കിയിട്ട് നേരെ ചൂണ്ടിക്കുന്നത് എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ കൈ ചൂണ്ടിയ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, സ്തോത്രം, നിന്റെ ജോലിയിൽ ദൈവത്തിന് അത്ഭുതം നടക്കാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അനങ്ങിയില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആരും കാണാതെ അദ്ദേഹം എൻ്റെ അടുക്ക വന്നിച്ചു പറഞ്ഞു, ജോലി നഷ്ടപ്പെടാൻ പോകുക, പ്രാർത്ഥിക്കണം. ഞാൻ ചിന്തയുടെ എത്ര വട്ടം ഞാൻ ചോദിച്ചു. കാരണം അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇദ്ദേഹത്തിന് സ്തോത്രം എന്താ പറയണ്ടേ, ഇങ്ങനെ പറയാനൊരു മടി, ജോലി ഇല്ലെന്ന് പറയാൻ മടി. രഹസ്യത്തിൽ വന്ന് പറഞ്ഞു. ദൈവാത്മാ പറയുക, നിന്റെ രഹസ്യത്തെ അറിയുന്ന ദൈവം, ഓ നിന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവനായ ദൈവം, നീ ഏത് മൂലയിൽ ഇരുന്നാലും, ഓ ദൈവാത്മാ നീ ഏത് മൂലയിൽ ഒളിച്ചിരുന്നാലും ശൗലേ നിന്നെ ദൈവം വെളി കൊണ്ടുവരാൻ പോകുക. ദൈവാത്മാ ചിലരോട് പറയുന്നു, ആരും കാണേണ്ടെന്ന് പറഞ്ഞ് പിറകിൽ മാറിയിരിക്കുന്ന മോശെ നിന്നെ ഇസ്രായേലിന്റെ നായകനാക്കാൻ പോകുക. ഓ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ അപ്പന്റെ അടുക്കിലിരിക്കുന്ന ദാവീദേ, നിന്നെ ഞാൻ ഇസ്രായേലിന് വേണ്ടി യുദ്ധ വീരാളിയാക്കാൻ പോകുക. നമ്മളാണെങ്കിൽ വെള്ളമില്ല എന്നാ ചെയ്യും? ബോർവില്ലടിക്കാൻ ലോറി വിളിക്കും അല്ലേ? സ്തോത്രം. അല്ലെങ്കിൽ എന്റെ തൂമ്പയെടുത്ത് കിളക്കും, ഭൂമി കിളച്ച് കിണറുണ്ടാക്കാൻ നോക്കും. പക്ഷെ ദൈവം പറഞ്ഞു, നീ അധ്വാനിക്കാത്തത് നിനക്ക് വേണ്ടി പുറപ്പെടാൻ പോകുക. സ്തോത്രം. നീ ചോദിക്കാത്തത് നിനക്ക് മുന്നിൽ വെളിപ്പെടാൻ പോകുക. ഒരുപാട് പേർ ഒരുപാട് വർഷം അധ്വാനിച്ചിട്ടും മറുപടി കിട്ടാത്ത മേഖലകളിൽ ഒറ്റ വാക്കിൽ ഒറ്റ കൽപ്പനയിൽ ദൈവം നിനക്ക് വേണ്ടി അവർക്ക് കിട്ടാത്ത 10 മടങ്ങ് നന്മകൾ ഒരുക്കാൻ പോകുക. പറയുകയാണ്, രാത്രി അഗ്നിത്തൂണ്. എല്ലാ സ്ഥലത്തും ഇരുടാവുമ്പോൾ ദൈവജനത്തിന് മാത്രം വെളിച്ചമ കേട്ടോ. പകൽ മേഘസ്തംഭം. എല്ലാ സ്ഥലത്തും ഭയങ്കര ചൂടാ, പക്ഷെ തലക്ക് മുകളിൽ മേഘം ഉള്ളതുകൊണ്ട് ചൂടറിയത്തില്ല. ഇവരെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു ജനമില്ല. ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഓർത്തോണം, നിങ്ങൾക്കും പ്രയാസം ഉണ്ടാവാം. ഈ വെയിലടിക്കുമ്പോൾ മേഘം വരും, ഇരുടാകുമ്പം ഒരു ഇലക്ട്രിസിറ്റി ബില്ലും അടയ്ക്കണ്ട, അഗ്നിത്തൂണ് വരും. ദാഹിക്കുമ്പോൾ പാറ രണ്ടാകും, വിശക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഞ്ഞ പുറത്തുണ്ടാവും. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജനം എവിടെയുണ്ട്? സ്തോത്രം. ഓസ്ട്രേലിയ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. കഴിഞ്ഞ ദിവസം ദൈവത്തോട് ചില പരാതി പറഞ്ഞപ്പോൾ ദൈവം എന്നോട് ചോദിക്കുക, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നിനക്ക് എന്തിനും കുറവുണ്ടായി? ഞാൻ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായിട്ടില്ല. ഇവിടെ നിങ്ങൾ ബുദ്ധിമുട്ടോടെ കയറി വന്നെങ്കിൽ ചിലരിലേക്ക് ആ ദൈവത്തിന്റെ ഒരു ഇമ്പാർട്ടേഷൻ കടന്നു വരിക. ഓ സ്തോത്രം, നിന്റെ നന്മ പാറയായിരിക്കാം നിന്റെ മുന്നിൽ, പക്ഷേ ലോകം പറയും നീ തീർന്നെന്ന്. ഓ എല്ലാവരും പറയും നിനക്കിനി മുന്നോട്ടൊക്കെ യാത്രയില്ലെന്ന്. പക്ഷേ നിന്നെ പാറയ്ക്ക് മുന്നിൽ കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? ആ പാറയിൽ കൂടെ നിന്നെ ഒന്ന് പോഷിപ്പിക്കാനാ. മറ്റുള്ളവർ വർഷങ്ങൾ കൊണ്ട് ചെയ്തത് സ്തോത്രം നിമിഷങ്ങൾ കൊണ്ട് നിന്റെ മുന്നിൽ വരാൻ പോകുക. അത്ര സമയത്ത് ഈ പാറ ഇങ്ങനെ കിടക്കുക, അത്ര സമയത്ത് പാറ ഇങ്ങനെ. പക്ഷെ കൽപ്പന പുറപ്പെട്ടപ്പോൾ, മോശയുടെ കൽപ്പന പുറപ്പെട്ടപ്പോൾ ആ പാറ തുറന്നു. ദൈവാത്മാവ് പറയുന്നു, ഇന്ന് നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഫിനാൻഷ്യൽ മേഖലകൾ, നിന്റെ തടസ്സമായി നിൽക്കുന്ന വിവാഹ മേഖലകൾ, നിന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കാത്തത്, ഈ ഭൂമിയിൽ നിനക്ക് ആവശ്യമായിരിക്കുന്ന സകല ഫെസിലിറ്റീസും ഇന്നത്തെ മീറ്റിംഗിൽ ദൈവാത്മാവ് പറയുന്നു അതിതാ തുറക്കുകയാ.
സംഖ്യാപുസ്തകം നോക്കി ഈ 1 കൊരിന്ത്യർ 10 നമ്മൾ വായിച്ചത്. സംഖ്യാപുസ്തകത്തിൽ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. Numbers 20 verses 2 and 3 here it says that now there was no water for the congregation, so they gathered together against Moses and Aaron. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇസ്രായേൽ ജനം ഒരു വലിയൊരു അബദ്ധം കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ ഫറവോനും കൂട്ടരും ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് വരിക. 20 ലക്ഷത്തിലധികം ജനമുണ്ട് മോശയുടെ കീഴിൽ, 20 ലക്ഷം ജനം. അപ്പൊ ഫറവോനും പിന്നെ കൂട്ടരും പിറകെ വരുന്ന മുന്നിൽ ചെങ്കടല. ഇത് രണ്ടും മുന്നേ നിൽക്കുമ്പോൾ ഇവരെന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? മോശ എറിയാൻ കല്ലെടുത്തെന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, 20 ലക്ഷം പേര് ഓരോ കല്ല് വെച്ച ഫറവോന് എറിഞ്ഞിരുന്നെങ്കിലോ? ആ ഫറവോൻ അവിടെ വീണേനെ. ഇവർക്ക് എന്നാ പറ്റിയാലും മോശയെ എറിയത്തുള്ളൂ എന്ന് വെച്ചാൽ ഇത്രയും ലക്ഷം ജനമുണ്ടായിട്ട് പോലും ഫറവോനെ എറിയാൻ അവർ തയ്യാറായില്ല. മറിച്ച് മോശയ്ക്കെതിരെ കലഹം കൂടി. നീ കാരണമാണ് ഞങ്ങൾക്ക് ഇത് വന്നത് എന്ന് അവരവിടെ കലഹം കൂടാനായി തീർന്നു. എന്നിട്ട് അവർ പറയണം, അവർ മോശയോട് കലഹിച്ചുകൊണ്ട് പറഞ്ഞൊരു പദം എന്താണെന്നറിയാമോ? ഞങ്ങളെ സഹോദരന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ദൈവാത്മാവ് ചിലരോട് ചോദിക്കുക, ഞങ്ങളും മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, കാരണം ഞങ്ങൾക്ക് വെള്ളമില്ല. ദൈവാത്മാവ് ഇപ്രകാരം പറയുന്നു, നീ കലഹിക്കണ്ട, നീ എതിർത്തു പറയണ്ട. ഇന്നത്തെ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ തന്നെ ചിലതിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിക്കകത്ത് ദൈവത്തിന്റെ ചില സ്തോത്രം വ്യത്യസ്തമായിരിക്കുന്ന ചില അനുഭവങ്ങളിൽ കൂടെ നിങ്ങളുടെ ഫാമിലി കടന്നുപോകാൻ പോവുക. ദൈവാത്മാവിനോട് പറയുന്നു, മല പോലെ ഉയർന്നു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവാത്മാ പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലെ പർവ്വതങ്ങൾ നിരപ്പാകുന്നത് കാണും. Don't be affected or scared by looking at the darkness and the mountain type of problems that are standing before you, but see, you are going to see how the mountains are going to be leveled in your life. ദൈവാത്മാവിനോട് പറഞ്ഞു, മോശയുടെ കയ്യിൽ ഒരു വടി എന്ന പോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അധികാരത്തിന്റെ വടി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ മേഖലകൾക്കകത്തും സ്തോത്രം ദൈവം നിങ്ങൾക്ക് ആ വടിയാൽ ചില വിടുതൽ തരാൻ പോവുക. നിങ്ങൾ പോകുന്നിടത്ത് വെള്ളം കാണും. നിങ്ങൾ ചില ലാൻഡുകൾ വാങ്ങിക്കുന്നത് പോലെ ദൈവത്തിന് അത്ഭുതം നടക്കാൻ പോവുക. ദൈവാത്മാ പറയുന്നു, സ്തോത്രം പരിഹസിക്കുന്ന ഒരു കൂട്ടം പിന്നെ വന്നാലും നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവാത്മാ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചില അവകാശങ്ങളിലോട്ട് നിങ്ങൾ കയറാൻ പോവുക. So there may be a group of people who will be teasing you, making fun of you for coming from behind, but do not look at them. But the days of blessings are coming for you. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില അവകാശങ്ങളും ദൈവിക അധികാരങ്ങളും നിങ്ങൾ വിനിയോഗിച്ചോ, ദൈവാത്മാ ഈ വർഷം വലിയ അത്ഭുതത്തിന്റെ വർഷമാക്കി മാറ്റാൻ പോകുന്നു. So the Spirit of the Lord is letting you know that you're going to use, you're going to get some inheritances, and you're going to use the authority that the Lord has given you, and you're going to enter into a new phase in this year. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബൈബിളിലോട്ട് മടങ്ങി വരാം. സംഖ്യാപുസ്തകം 20:4 പറയുന്നു, ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ മരുഭൂമി കൊണ്ടുവന്ന് എന്തിന്? ഞാനിത് വായിച്ചപ്പോൾ ചിരിക്കുക. കാര്യം എന്തെന്നറിയാമോ? ചെങ്കടൽ ഫറവോനെയും കൂട്ടരെയും മുക്കിക്കൊന്നവനായ ദൈവം, സ്തോത്രം, അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഇറങ്ങിയ ദൈവത്തിനാണോ ഇവർക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ പറ്റാത്തത്? പക്ഷെ ഇവർ പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾ ചത്തുപോകും. അല്ല, കൊല്ലാനാണെങ്കിൽ നിങ്ങൾ വിശ്രമി വിട്ടാ പോരായിരുന്നു, ഇവിടെ വരെ കൊണ്ടുവന്നത് എന്തിനെ? ഇതോട് കാര്യർത്ഥനം യാക്കോബിന്റെ പുസ്തകം 4:1 പറയുന്നു, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ നിന്നല്ലയോ? ഇസ്രായേലിൽ ശണ്ഠയുണ്ടായിരുന്നു, ഇസ്രായേലിൽ കലഹമുണ്ടായിരുന്നു. ദൈവാത്മാ ചിലരെ നോക്കി പറയുന്നു, നിന്റെ കുടുംബത്തിലെ കലഹങ്ങൾ, നിന്റെ കുടുംബത്തിലെ ശണ്ഠകൾ, നിന്റെ സഭയിലെ പ്രശ്നങ്ങൾ, ഇന്ന് അതിൽ നിന്നൊക്കെയും വിടുതൽ ചിലത് പ്രാപിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്തുള്ള കലഹങ്ങൾ മാറിപ്പോകുന്നു. ദൈവാത്മാവ് ഇവർ ഇപ്രകാരം അവർ പറയുകയാണ്, സ്തോത്രം, ഇസ്രായേൽ ജനം കലഹിച്ചു. എന്തിനാണെന്നറിയാമോ? വെള്ളം കിട്ടാൻ വേണ്ടി. വെള്ളം കിട്ടണമെങ്കിൽ സമാധാനത്തിൽ മോശയോട് പറഞ്ഞാൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കും. പക്ഷേ അവരിൽ കലഹം വെളിപ്പെട്ടു. ഇന്ന് ദൈവാത്മാ പറയുന്നു, നിന്റെ കുടുംബത്തിലെ കലഹങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ, നിന്റെ സഭയിലെ കലഹങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് നിന്നെ കലഹിക്കാനല്ല ദൈവം വിളിച്ചത്, നിന്നെ ആത്മാവിൽ ആരാധിക്കാനാ. മനസ്സിലായ? ആത്മാവിൽ ആരാധിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശ പറഞ്ഞു,
നിങ്ങൾ കലഹിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. സ്തോത്രം. ഒരേ പാനീയം, ഒരേ ആഹാരം, സ്തോത്രം, മുഖപക്ഷമില്ലാത്ത ദൈവം തന്റെ ജനത്തിന് കൊടുക്കാൻ പോകുന്നു. ഫാമിലി ഉണ്ട് നാട്ടിൽ, ആ ഫാമിലിക്ക് ഒരു പ്രശ്നമുണ്ട്, കുടുംബത്തിൽ എന്നും പ്രശ്നമാണ്. എന്നോട് പറയാൻ പറഞ്ഞോണ്ട് നിങ്ങളോട് പറയാം, ആ കുടുംബത്തിൽ എന്നും പ്രശ്നമാണ്. വീട്ടിൽ 3 പേരാണുള്ളത്, 3 പേർ. ആ 3 പേരും എന്നും പ്രശ്നമാണ്. ഇവർ കാണും, 4ാമതൊരു വ്യക്തിയും കൂടെ അവിടെ വരുന്നത് കാണും, അതിലൊരു വട എടുക്കും. പക്ഷെ 3 വട ഇതിന്റെ അകത്ത് ഉണ്ടാകും, 4ാമത് വട 4ാമതൊരു വ്യക്തി എടുക്കുന്നത് കാണാം. അനേകർ പ്രാർത്ഥിക്കാൻ വന്ന അനേകർ പുറകോട്ട് പോയാലും, സ്തോത്രം, പലർക്കും മറുപടി കിട്ടാത്തതിനാൽ അവരൊക്കെ പിന്മാറ്റത്തിൽ പോയാലും നിങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. ദൈവാത്മാ പറയുന്നു, നിങ്ങൾ അവർക്കൊരു അടയാളമായിരിക്കും. ദൈവത്തെ സേവിക്കുന്നവരുടെ കുടുംബം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ കാണാൻ പോവുക. ദൈവാത്മാവിന്റെ ഒരു വെളിപ്പാട് കാണിക്കുകയാണ്. ഒരു പോട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ, സ്തോത്രം, ഒരു കുശവൻ ഒരു മൺപാത്രം ഉണ്ടാക്കുന്നത് പോലെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഈ വർഷം തീരുന്നതിന് മുന്നേ തന്നെ ചില പണികൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും. നിങ്ങളുടെ ചില തലമുറകളുടെ മേഖലകളിലൊക്കെയും ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന ചില മാറ്റങ്ങൾ, ചിലതിനൊക്കെ ചില സ്ഥലങ്ങളിലെ പൊസിഷനുകൾ മാറ്റും. ഉടമ വൈഡമന ശംദല റഗൻ കമാൻ പറയുന്നു, ചിലരുടെ പൊസിഷനുകളും ചിലരുടെ ജോലി മേഖലകളിലുള്ള സാലറികളിലൊക്കെയും ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. പാറ പോലെ നിൽക്കുന്ന മേഖലകളിൽ നിങ്ങൾ പ്രാർത്ഥനയാൽ ജയിക്കാൻ പോകുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, സ്തോത്രം, എത്ര പേർ, സ്തോത്രം, നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും, എത്ര ആളുകൾ നിങ്ങളുടെ കൂടെ നിന്നെന്നുള്ളതല്ല, മറിച്ച് ദൈവാത്മാവ് പ്രാർത്ഥനയാൽ നിങ്ങളുടെ കയ്യിലൊരു അധികാരത്താൽ നിങ്ങൾ ജയിച്ചു തരാൻ പോകുക. അങ്ങനെ ഇവരെന്നാ ചെയ്യുന്ന അറിയുമ്പോൾ, ഇവർക്ക് ഇവരുടെ ഭവനത്തിന്റെ അകത്ത് സമാധാനമില്ല. എന്തോ ഒരു 4ാമതൊരു വ്യക്തി അതിന്റെ അകത്ത് നടക്കുക. ഇവരുടെ കുടുംബത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ സഭയിൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ആ പാസ്റ്റർ അവിടെ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ പള്ളിയിൽ വരാൻ തുടങ്ങി. ഓർക്കണം, പല സ്ഥലങ്ങൾക്കകത്തും പല കുടുംബങ്ങൾക്കകത്തും ഈ മിസ്രയീമിന്റെ ശക്തി പിറകെ നടപ്പുണ്ടെന്ന് മറക്കണ്ട. നിങ്ങൾ ശണ്ടയും കലഹം എവിടെ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം എവിടെ നിന്ന്, നീ അറിയാത്ത 4ാമതൊരു വ്യക്തി, പൈശാചിക മണ്ഡലം നിന്റെ കുടുംബത്തെ തകർക്കാൻ ഇറങ്ങി വരുമ്പോൾ, ഇന്ന് പാൽക്കാലം ആ ക്രിസ്തുവാകുന്ന പാറയിലോട്ട് നീ അടുത്തു ചെല്ലുക. ആ ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥനയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നേടാൻ പോകുക. ആരും, സ്തോത്രം, നിങ്ങൾക്ക് തരുമെന്നുള്ളതല്ല, മറിച്ച് ആർക്കും ലഭിക്കാത്തത് പ്രാർത്ഥനയാൽ ദൈവാത്മാവ് നിങ്ങളുടെ കയ്യിൽ തരുമെന്ന് ദൈവിക ആലോചനകൾ അറിയിക്കുന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ചില പുതിയ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ പോകുക. ചില പുതിയ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് പോലെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടും. ഒരു വാഹനമല്ല, ഒന്നിലധികം വാഹനങ്ങൾ ദൈവം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരാൻ പോവുക. സ്തോത്രം. ഓക്കെ, ഇവിടെ നമുക്ക് വചനത്തിൽ കൂടെ കാണാൻ സാധിക്കുകയാണ്. ഈ പാറ കാണുമ്പോൾ എല്ലാവരും പറയും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ ക്രിസ്ത്യ ജീവിതം ഒന്നും നടക്കത്തില്ലെന്ന്. ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന സകലരോട് ഞാൻ ആ ദൂത് പറയുക, ഭയങ്കര അത്ഭുതം നടക്കാൻ പോവുക. മനുഷ്യൻ തരുന്നതെല്ലാം കണക്ക് പറഞ്ഞു തരും കേട്ടോ. ദൈവം വെള്ളം പുറപ്പെടുവിച്ചാൽ, അളവില്ലാത്ത ജലം, ദൈവാത്മാ ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, അളവില്ലാത്ത ജലം, അത്ഭുതങ്ങളുടെ ജലം കാണാൻ പോകുക. നിങ്ങളോട് പ്രവചിച്ച പ്രവാചകന്മാർ അത്ഭുതപ്പെടുന്നത് പോലുള്ള അത്ഭുതം നിങ്ങൾ നടക്കാൻ പോകുക. നിങ്ങളോട് വചനം പ്രസംഗിച്ചവർ അത്ഭുതപ്പെടുമാറ് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുക. ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞു, നിങ്ങൾ കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, പക്ഷേ നിങ്ങൾ കുഴിച്ച കുഴികളെല്ലാം നിറയാൻ പോകുന്നു. ദൈവാത്മാ ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, ഇന്ന് നിങ്ങൾ കാറ്റ് കാണുന്നില്ലായിരിക്കാം, നിങ്ങൾ കൈപ്പത്തി പോലെ മേഘം മാത്രമേ കാണുന്നുള്ളായിരിക്കാം, പക്ഷെ പെരുമഴ നിങ്ങൾ കുഴിച്ച കുഴികളെ നിറക്കാൻ പോകുക. ഓർക്കുമ്പോൾ എല്ലാം ഞാൻ സ്ഥിരമായി വിളിക്കും. കാര്യം, സ്തോത്രം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്. ദൈവാത്മാ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നവർ, നിങ്ങളോട് പ്രവചിക്കുന്നവർ, നിങ്ങളോട് പ്രസംഗിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, നിങ്ങൾ, സ്തോത്രം, അവർ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഉയർച്ചകളിലോട്ട് ദൈവാത്മാവ് നിങ്ങളെ നയിക്കാൻ പോകുക.
നിങ്ങളൊരു അടയാളം കാണാൻ പോകുക കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു അടയാളം കാണാൻ പോകുക. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പാറ പോലെ നിൽക്കുന്നത്, നടക്കത്തില്ലെന്ന് പറയുന്ന മേഖലകൾ സ്തോത്രം തുറക്കാൻ പോകുന്നത് നിങ്ങൾ കാണും. അത് നിങ്ങൾക്കുള്ള വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും വിശ്വസിക്കുന്നവർക്കുള്ള അടയാളമായിരിക്കും. ദൈവാത്മാവിനോട് പറയുന്നു, സ്തോത്രം പാറ പോലെ നിൽക്കുന്ന ജോലി ഓപ്പൺ ആകാൻ പോകുക. സ്തോത്രം. ഇവിടെ ആരോ പ്രാർത്ഥന റിക്വസ്റ്റ് ഞാൻ കണ്ടു, യാത്ര പോകാൻ പോകുന്നു. ദൈവാത്മാ പറയാണ്, നീ യാത്ര പുറപ്പെട്ട് അവിടെ എത്തുമ്പോൾ നീ കാണും നിന്റെ മുന്നിൽ വഴികൾ ഓപ്പൺ ആയിരിക്കുന്നത്. നിന്റെ കൂടെയുള്ളവർ വന്നിട്ട് മടങ്ങിപ്പോകും, പക്ഷെ നീ അവിടെ സെറ്റിൽ ആകാൻ പോകുക. അവിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം, ആ കൂട്ടത്തിലൊരു പ്രവാചകിയെ പോലെ ദൈവം നിങ്ങളുടെ നാവിനെ ബലപ്പെടുത്താൻ പോവുക. അനേകരോട് സ്തോത്രം ദൈവാത്മാവിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം നിങ്ങൾ ചില സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന് മറ്റുള്ളവരെ അവിടെ ചില നല്ല ഇടങ്ങളിലെ കൈപിടിച്ചു നടത്തുന്ന വ്യക്തിയെ പോലെ ദൈവം നിങ്ങളെ മാറ്റാൻ പോകുന്നു. നിങ്ങൾ സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി യാത്രകൾ രാജ്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് പോലെ, അത് ഫാമിലി ആയിട്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾ യാത്ര ചെയ്ത് വരുന്ന വ്യക്തിയെ പോലെ പലയിടങ്ങളിൽ സാക്ഷിയാക്കാൻ പോകുക ദൈവം. ഇന്ന് വിശ്വസിച്ചോ, പാറ പോലുള്ള മേഖലകളെ ദൈവാത്മാ വെള്ളമായി വെളിക്കൊണ്ടുവരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം കർത്താവേ, ഈ ദിവസങ്ങളിൽ അവരുടെ മുമ്പിലുള്ള പാറകൾ അത് പിളർന്ന് വെള്ളം ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകാം. ആയുസ്സില്ലാത്ത മേഖലകളിൽ ആയുസ്സുള്ളവരെ പോലെ ചിലരായി മാറാൻ പോകുകയാണ്. നന്ദി കർത്താവേ. കർത്താവേ സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലിയും, വിസയില്ലാത്തവർക്ക് വിസയും, വീടില്ലാത്തവർക്ക് വീടുമായി പാറ രണ്ടായി മാറുകയാണ്. നന്ദി കർത്താവേ.